തെലുങ്ക് ദേശത്ത് ജഗൻ വാഴുമോ അതോ വീഴുമോ? ചന്ദ്രബാബു നായിഡുവിനും പവൻ കല്യാണിനും BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ജഗനെ വീഴ്ത്താനാകുമോ? YSRന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ YS ശർമിളയ്ക്ക് കഴിയുമോ? ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആന്ധ്രാപ്രദേശ് നിയമസഭാ ലോകസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ചരിത്രം നോക്കിയാൽ YSR കോൺഗ്രസിന്റെ അപ്രമാദിത്വമാണ് ആന്ധ്രാപ്രദേശിൽ കാണാൻ കഴിയുക. കഴിഞ്ഞ തവണ BJP സഖ്യമായാണ് TDP മത്സരിച്ചത്. ഇക്കുറിയും ആദ്യമൊന്ന് ഇടഞ്ഞു നിന്നെങ്കിലും TDP ജനസേന BJP സഖ്യം സംസ്ഥാനത്തുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ വ്യത്യസ്തനാകുന്നത് ജഗൻ അണ്ണ എന്ന് വിളിക്കപ്പെടുന്ന ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രചരണം, വെൽഫെയർ സ്കീമുകൾ, അതുപോലെ തന്നെ YS രാജശേഖർ റെഡ്ഡിയുടെ പിൻഗാമി എന്നുള്ള ഒരു പ്രതിച്ഛായ, ഇതെല്ലാം ജഗനെ തുണയ്ക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ YSR കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത്. മറ്റൊരു സവിശേഷത ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് YSRന്റെ രണ്ട് മക്കൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ ആന്ധ്രയുടെ കൗതുകരമായ കാഴ്ചയാണ്. YSR ഉപേക്ഷിച്ച കോൺഗ്രസിന് വേണ്ടിയാണ് മകൾ YS ശർമിളയും അതുപോലെ തന്നെ ഭാര്യ വിജയമ്മയും ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതായാലും ജഗൻ ഈ ഒരു തിരിച്ചടികളെയെല്ലാം തന്നെ മറികടക്കാൻ ഉള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനം, താൻ അഭിമന്യുവാണ്, ചക്രവ്യൂഹമാണ് തനിക്കെതിരെ തീർത്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണമാണ് ജഗന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതായത് എല്ലാ പാർട്ടികളും ചേർന്നുകൊണ്ട് YSR കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ജഗൻമോഹൻ റെഡ്ഡി ആവർത്തിച്ച് സിദ്ധം റാലികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ കാലങ്ങളിൽ YSR CPയുടെ 1/2 ഡസൻ MP മാരെങ്കിലും TDPയിലേക്കോ കോൺഗ്രസിലേക്കോ കൂടുമാറിയിട്ടുണ്ട്. BJP ഏതായാലും TDP മുന്നണിയിലാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് അവിടെ സ്വീകരിക്കുന്നുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു ആക്രമണമൊന്നും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും ആന്ധ്രാപ്രദേശിൻ്റെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വളരെ കൗതുകരമാണ്. തീപാറും പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്.